പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് നമ്മൾ അത്ര പെട്ടെന്ന് മറക്കാനിടയില്ല. ഇപ്പോൾ പാർലമെന്റിൽ വിഷയത്തിൽ ചർച്ചയൊക്കെ നടന്നു വരികയാണ്. പഹൽഗാമിൽ നിരപരാധികളെ കൊന്ന ഭീകരരെ സൈന്യം വധിച്ചു എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ പാർലമെന്റിൽ മറുപടി നൽകിയിരിക്കുന്നത്. ഇവർ കഴിഞ്ഞ മെയ് 22-ന് തന്നെ ഭീകരരെക്കുറിച്ചുള്ള സൂചനകളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അവർ നിരീക്ഷണത്തിലായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഓപ്പറേഷൻ മഹാദേവിലൂടെ ഇവരെ കൊലപ്പെടുത്തിയത് എന്നൊക്കെയാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ചർച്ച ഇപ്പോഴും തുടരുകയാണ്. നമുക്കറിയാം, ഈ ചർച്ചയിലേക്ക് എത്തിയ സാഹചര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയാവുന്നത് തന്നെയാണ്. കാരണം നിരന്തരമായുള്ള ആവശ്യം, ഈ ആക്രമണത്തിന് പിന്നാലെ തന്നെ, ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തന്നെ നിരന്തരമായ ആവശ്യം പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തുനിന്നുൾപ്പെടെ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഈ വർഷകാല സമ്മേളനത്തിൽ ഇങ്ങനെയൊരു ചർച്ചയിലേക്ക് നീണ്ടിരിക്കുന്നത്. അജിം സർ, ഈ ഒരു മറുപടിയിലൂടെ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? ഇതിൽ ഉയർന്ന ചോദ്യങ്ങൾ, ഏപ്രിൽ 22-ന് ഈ സംഭവം നടന്ന ഉടനെ തന്നെ കുറേ അധികം ചോദ്യങ്ങൾ നമ്മളെല്ലാം മനസ്സിലുണ്ടായിരുന്നു. ആ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ആ ചോദ്യങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ തന്നെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നത്. അപ്പോൾ സിന്ദൂർ നടന്ന അത് കഴിഞ്ഞതിന് ശേഷവും ഈ തീവ്രവാദികൾ, ഈ ഭീകരർ എവിടെ എന്നൊരു ചോദ്യം അപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭീകരർ എവിടെ എന്നുള്ള ചോദ്യം നിലനിൽക്കുമ്പോഴാണ് പാർലമെൻറ്റ് വർഷകാല സമ്മേളനം തുടങ്ങുന്നത്. ആ വർഷകാല സമ്മേളനം ആരംഭിച്ചതിന് ശേഷം 3 ഭീകരരെ വധിച്ചതായിട്ട് ഇന്ന് അമിത്ഷാ പാർലമെൻറ്റിൽ പ്രഖ്യാപിക്കുന്നു. ഇത്രയാണ് അതിൻ്റെ ഒരു കൺക്ലൂഷൻ. അപ്പോൾ ഈ പ്രതിപക്ഷം അന്ന് ഉയർത്തിയ ചോദ്യങ്ങൾ, ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ, ഇതോടുകൂടി ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായോ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഈ സംഭവം നടന്ന ഉടനെ തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മളുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ അതിലെ ദൃക്സാക്ഷികളുടെ വിവരണപ്രകാരം കാമോഫ്ലാഷ് ധരിച്ച, അതായത് സൈനിക വേഷത്തിലുള്ള, കറുത്ത പട്ടാള വേഷത്തിലുള്ള 3 പേരാണ് ഈ വെടിയുതിർത്തതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. മലയാളികളായ ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. പക്ഷേ ഈ സംഭവം നടന്ന പിറ്റേന്ന് തന്നെ ദേശീയ മാധ്യമങ്ങൾ പൈജാമ ധരിച്ച ഒരു AK-47 പിടിച്ച കുറേ പേരുടെ ചിത്രങ്ങൾ, ആദ്യ ചിത്രങ്ങൾ പുറത്തുനിന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു. ഉടനെ തന്നെ അത് ഫാക്ട് ചെക്ക് ചെയ്തു. അത് പഴയ ഏതോ വിഷ്വൽസിൽ നിന്നെടുത്ത് ഉപയോഗിച്ചാണെന്നുള്ളത് തെളിഞ്ഞു. തൊട്ടുടനെ തന്നെ 4 പേരുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ പുറത്തു വന്നിരുന്നു. അതായത് ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത 4 പേർ എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ പുറത്തു വന്നിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരല്പസമയത്തിനകം തന്നെ ദൃക്സാക്ഷികളിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം ഒരു സ്കെച്ച് സുരക്ഷാ സേന തയ്യാറാക്കി, ഒരു രേഖാചിത്രം തയ്യാറാക്കി, അതും പുറത്തു വിട്ടു. അപ്പോൾ പുറത്തു വന്ന ചിത്രങ്ങളിൽ 4 പേരാണുള്ളത്. രേഖാചിത്രം 3 പേരുടേതാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ ചിത്രം തെറ്റായിരിക്കാം, വന്ന ചിത്രം ചിലപ്പോൾ തെറ്റായ ഇതായിരിക്കാം. പക്ഷേ ആ പുറത്തു വന്ന ചിത്രങ്ങളിലുള്ള ഒരാളുടെ മുഖസാദൃശ്യമുള്ള ഈ സ്കെച്ചസിലുണ്ട്, ഒരാളുടേത്. പക്ഷേ മറ്റുള്ളതിൽ നീണ്ട താടിക്കാരൻ അതിലില്ല, ഈ ചിത്രത്തിലില്ല. പക്ഷെ നീണ്ട മുഖമുള്ള ഒരാളുടെ ചിത്രം ഈ രേഖാചിത്രത്തിലുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ ഫോട്ടോ, പുറത്തു വന്ന ഫോട്ടോ അവരുടേതാകാം, അല്ലാതിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ പങ്കെടുത്ത ഒരാൾ ഇതിൽ ഉള്ളതായിരിക്കാം. നമുക്കറിയില്ല, അതിനെപ്പറ്റി വ്യക്തതയൊന്നുമില്ല. മാധ്യമങ്ങളിൽ വന്ന കാര്യമാണ് പറയുന്നത്. പ്രതിപക്ഷം ഉയർത്തിയ ആദ്യത്തെ പ്രശ്നം അവിടെ ഉണ്ടായിട്ടുള്ള സെക്യൂരിറ്റി ലാപ്സാണ്. അതിനെക്കുറിച്ച് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ രാജ്നാഥ് സിംഗും പാർലമെൻറ്റിൽ ഒന്നും പറഞ്ഞിട്ടില്ല. സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായോ? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇൻ്റലിജൻസ് ഗ്യാപ്പാണ്. ഇൻ്റലിജൻസ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ പാകിസ്ഥാനികളാണെന്നാണ് അമിത്ഷാ പറയുന്നത്. പാകിസ്ഥാനികളാണെങ്കിൽ ഇവർ അകത്ത് വന്നത് എങ്ങനെ? അകത്ത് വന്ന അവർ ഈ ഭീകരാക്രമണം, ഏപ്രിൽ 22 നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ജൂലൈ 29-ാം തീയതി വരെ അവർ കശ്മീരിൽ തന്നെ തങ്ങിയത് എങ്ങനെ? ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി വേണം. ആ മറുപടി രാജ്നാഥ് സിംഗിൻ്റെയോ അല്ലെങ്കിൽ അമിത്ഷായുടെയോ ചോദ്യത്തിന് ഉത്തരമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, പ്രിയങ്ക ഗാന്ധി ഇന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. പ്രിയങ്ക ഗാന്ധി ചോദിച്ചത്, എന്ത് സംഭവം ഉണ്ടാകില്ല അതിനൊരു ഉത്തരവാദി ഉണ്ടാവും. ഈ സംഭവത്തിന് ഉത്തരവാദി ആരാണ്? അത് IB ആണെങ്കിൽ IB ഉത്തരവാദിയാണോ? ആഭ്യന്തരമന്ത്രി ഉത്തരവാദിയാണോ? പ്രതിരോധ മന്ത്രി ഉത്തരവാദിയാണോ? ഇതിൻ്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും എന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടായിട്ടില്ല. ഇനി മറ്റൊരു പ്രശ്നം, കഴിഞ്ഞ ദിവസം ദ ക്വിൻറ്റ് എന്ന മാധ്യമത്തിന് മുൻ ആഭ്യന്തരമന്ത്രി P. ചിദംബരം, കോൺഗ്രസ് നേതാവാണല്ലോ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അദ്ദേഹം ചോദിച്ചിരുന്നു, ഇവർ പാകിസ്ഥാൻ ടെററിസ്റ്റുകളാണെന്ന് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അതായത് ഇവരെ വെടിവെച്ചിടുന്നതിന് തൊട്ടു മുമ്പാണ് അഭിമുഖം പുറത്തു വന്നത്. അവർ ഒരു ഹോം ഗ്രോൺ ടെററിസ്റ്റുകളാവാനുള്ള സാധ്യതയില്ലേ എന്നാണ് ചിദംബരം ചോദിക്കുന്നത്. എന്ത് എവിഡൻസ് ആണ് ഇതിലുള്ളത്? ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല കേന്ദ്രത്തിൻ്റെ സമീപനം ഇക്കാര്യത്തിൽ എന്ന് അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട് ഒരുപാട് ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ. അപ്പോൾ അതിനെതിരെ ഇന്നലെ BJPയുടെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. പാകിസ്ഥാനെ വെള്ളപൂശുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്, പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നവർക്ക് സഹിക്കുന്നില്ല എന്നായിരുന്നു ഒരാരോപണം. അപ്പോൾ ചിദംബരം അതിന് മറുപടി നൽകുകയും ചെയ്തു. ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെൻറ്റിൽ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളിതാ 3 പേരെ കൊന്നു കഴിഞ്ഞു. അപ്പോൾ
അന്ന് പുറത്തു വന്ന പേരുകൾ ഈ ആ ചിത്രങ്ങൾ പുറത്തു വന്നതോടൊപ്പം ഇത് പങ്കെടുത്ത ആളുകളുടെ പേരുകൾ മാധ്യമങ്ങളോട് പുറത്തു വന്നിരുന്നത് ആരും ഒഫീഷ്യലി പറഞ്ഞതല്ല കേട്ടോ. ആ പേരുകളല്ല ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിട്ടുള്ളത്. ഇവരെ കൊല്ലുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു പ്രതിപക്ഷത്തിന് സന്തോഷമാകുമെന്ന്. പക്ഷെ എല്ലാവരുടെ മുഖത്ത് ദുഃഖമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവരെ പരിഹസിക്കുകയാണ്. അതായത് ഇവരെ കൊന്നത് പ്രതിപക്ഷത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന്, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിൻ്റെ നേതാവിക്ക് അദ്ദേഹം പറയുകയാണ്, അഖിലേഷ് ജി ഈ കൊല്ലപ്പെട്ടവരുടെ മതം ഓർത്ത് അങ്ങ് ദുഃഖിക്കേണ്ട എന്നും പറയുകയാണ്. അതായത് ഈ ഒരു സംഭവത്തെ BJP അവരുടേതായ രീതിയിൽ രാഷ്ട്രീയമായി പാർലമെൻറ്റിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാമോ ഇത്തരം സംഭവങ്ങളിൽ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പാടില്ല. ഇത്തരം സംഭവങ്ങളെ രാഷ്ട്രീയമായി ആരും, അത് കോൺഗ്രസ് ഉപയോഗിക്കാൻ പാടില്ല, BJP ഉപയോഗിക്കാൻ പാടില്ല. പകരം പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉന്നയിക്കണം. ആ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി നൽകേണ്ട ബാധ്യത സർക്കാരിനാണുള്ളത്. സർക്കാർ അതിന് കൃത്യമായ മറുപടി കൊടുക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നടക്കാത്ത കാര്യം. ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി ലഭിച്ചിട്ടില്ല. പക്ഷേ ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യാനുള്ള ശ്രമം എല്ലാ ഭാഗത്തും ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെയല്ല അത് ചെയ്യേണ്ടിയിരുന്നത്. മറ്റൊരു കാര്യം, ഈ ഹോം ഗ്രോൺ ടെററിസ്റ്റുകളാണ് എന്ന് P ചിദംബരം ചോദിക്കാൻ കാരണം എന്താണ്? ആ ചോദ്യം ഒരു ലോഡഡ് ക്വസ്റ്റ്യൻ ആണ്. അവർ ഹോം ഗ്രോൺ ടെററിസ്റ്റുകളാവാനുള്ള സാധ്യതയില്ലേ എന്ന് ചിദംബരം പാസീവായിട്ട് പറഞ്ഞു പോകുന്നതാണ്. പക്ഷെ അത് ലോഡഡ് ക്വസ്റ്റ്യൻ ആണ്. കാരണം പുൽവാമ അറ്റാക്കിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മളതിനെ കാണാൻ. പുൽവാമ അറ്റാക്ക് നടത്തിയത് ഒരു ഹോം ഗ്രോൺ ടെററിസ്റ്റ് ആയിരുന്നു. അയാൾ പാകിസ്ഥാനിയല്ലായിരുന്നു. ഒരു കാറിൽ നിറയെ സ്ഫോടക വസ്തുക്കളുമായി ഈ CRPFൻ്റെ കോൺവോയിലേക്ക് ഇടിച്ചു കയറിയത് കശ്മീരിയായ ഒരാളായിരുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും ഒരുപക്ഷെ ചിദംബരം പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ഇതിൽ ഏറ്റവും യാദൃശ്ചികം എന്താണെന്ന് വെച്ചാൽ, ഈ ടെററിസ്റ്റുകൾ എവിടെ എന്ന ചോദ്യം ഏപ്രിൽ 22-ന് ആക്രമണം നടത്തിയതിന് ശേഷം ഈ ജൂലൈ വരെ ഈ ടെററിസ്റ്റുകൾ എവിടെ എന്ന ചോദ്യം ഉയർന്നുകൊണ്ടിരുന്നു. പക്ഷേ ഈ പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുന്ന സമയത്ത് തന്നെ അവർ വെടിവെച്ച് കൊല്ലാൻ കാണിച്ച ധീരത, കൃത്യത, അതിൽ ആർമിയെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ. പക്ഷേ ആർമി മാത്രമല്ല ഈ ഓപ്പറേഷൻ മഹാദേവ് എന്നാണ് ഇതിന് പേരിട്ടത്. ഓപ്പറേഷനിൽ ആർമി മാത്രമല്ല പങ്കെടുത്തത്, ജമ്മു ആൻഡ് കാശ്മീർ പോലീസും ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെ വെടിവെച്ചതിന് ശേഷം, കൊന്നതിന് ശേഷം ആർമി ഒരു വാർത്താ സമ്മേളനം നടത്തായിരുന്നതാണ് ഇന്നലെ വൈകിട്ട്. പക്ഷേ ആ വാർത്താ സമ്മേളനം വളരെ പെട്ടെന്ന് ക്യാൻസൽ ചെയ്യപ്പെട്ടു. അതെന്തുകൊണ്ടാണെന്നുള്ളതിന് ഉത്തരം ഇനിയും കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ വാർത്താ സമ്മേളനം വിളിച്ചു ചേർന്നതിന് ശേഷമാണ് ഇത് അറിയിപ്പ് വന്നത്, ഞങ്ങളിത് മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞു. അതിൽ ജമ്മു ആൻഡ് കാശ്മീർ പോലീസിൽ ആരും ഉണ്ടായിരുന്നില്ല. അത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെൻറ്റിൽ പ്രഖ്യാപിക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. പക്ഷേ അത് ചെയ്യേണ്ടത് ശരിക്കും ആർമിയാണത് വിശദീകരിക്കേണ്ടിയിരുന്നത്. ആരൊക്കെയാണ് കൊന്നതെന്നും അവർ തുടങ്ങിയ വിവരങ്ങൾ ആർമി പറയുന്നതായിരുന്നു ഉചിതം പാർലമെൻറ്റിൽ പറയുന്നതിനേക്കാൾ. മറ്റൊരു കാര്യം, ഈ ഓപ്പറേഷൻ മഹാദേവ് തുടങ്ങിയ സമയത്ത്, ഓപ്പറേഷൻ മഹാദേവ് എന്നത് ശനിയാഴ്ച മറ്റു തുടങ്ങിയതാണ്. അപ്പോൾ ശനിയാഴ്ച ദിവസം ഈ ഏറ്റുമുട്ടൽ നടന്ന മഹാദേവ് മലനിരകളോട് ചേർന്നുള്ളൊരു ഭാഗത്ത് അവിടെ ധാരാളം ആദിവാസികളുണ്ട്. അവർ നൊമാഡ്സാണ്, നാടോടികളായിട്ടുള്ള ആളുകളാണ്. അവരിൽ കുറേ പേരെ പിടിച്ചുകൊണ്ടുപോയി ആർമി മർദ്ദിച്ചതായിട്ടൊരു പരാതിയുണ്ട്. ഓൾറെഡി കാലൊടിഞ്ഞ് സർജറിക്ക് വിധേയനാകേണ്ട ഒരാളുടെ മറ്റേ കാലുകൂടി തല്ലിയൊടിച്ചു. അതായത് ഈ ടെററിസ്റ്റുകൾക്ക് ഇവർ ഫുഡും വെള്ളവും നൽകി എന്നാണ് ആർമിയെ ആരോപിച്ച ആരോപണം. അവർക്കെതിരെ നടപടി എടുക്കണമെന്നൊക്കെ കാശ്മീരിൽ ഇപ്പോൾ രാഷ്ട്രീയക്കാർ ആവശ്യപ്പെടുന്നുണ്ട്, ആ ഉദ്യോഗസ്ഥർക്കെതിരെ. അതുണ്ടാവില്ല എന്നുള്ള അറിയില്ല. അതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് മുഴുവൻ പാർലമെൻറ്റിൽ മറുപടിയായിട്ടില്ല. പാർലമെൻറ്റിൽ ഈ വിഷയത്തെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനെയും പ്രതിപക്ഷത്തെയൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് അമിത്ഷാ ചെയ്തത്. ഇതിൻ്റെ ഉത്തരവാദി ആര്? സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായോ, സുരക്ഷാ വീഴ്ചയും അതുപോലെ ഇൻ്റലിജൻസ് ഗ്യാപ്പ് ഉണ്ടായോ? ഇത്തരം കാര്യങ്ങളിൽ മറുപടി ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടുമില്ല. നൗഫൽ, അത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രതീക്ഷിക്കേണ്ടതുണ്ടോ മറുപടികൾ? ഒന്നും പ്രതീക്ഷിക്കേണ്ട. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പം ആരെങ്കിലും അതിനെ എതിർത്ത് സംസാരിച്ചോ? ഇന്ത്യയിൽ ആരെങ്കിലും? പിന്നെ ഗോവിന്ദമാഷ് പറഞ്ഞു പോട്ടെ, അതല്ലാതെ ആരെങ്കിലും ഓപ്പറേഷൻ സിന്ദൂറിനെ എതിർത്ത് സംസാരിച്ചു? എല്ലാവരും പൂർണ്ണ പിന്തുണ, പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാ പാർട്ടികളും എല്ലാ സാമുദായിക സംഘടനകളും വരെ കൃത്യമായി പിന്തുണ അർപ്പിച്ചതാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിന്. അതിൻ്റെ കാരണം എന്താണ്? അത് രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതുകൊണ്ട് പൂർണ്ണമായും അതിനുള്ള പിന്തുണയാണ് സമർപ്പിച്ചത്. പക്ഷേ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഇവർ തിരിച്ചെന്താണ് ചെയ്യുന്നത്? രാഷ്ട്രീയമായിട്ടാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അമിത്ഷായുടെ പ്രസംഗം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തെ വെറുതെ പരിഹസിക്കുകയാണ്. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, അഖിലേഷ് യാദവിനെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, ഭീകരർ കൊല്ലപ്പെട്ടതിന് എന്തിനാണ് ദുഃഖിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടിയാണോ ശ്രമം
എന്നൊക്കെ ചിദംബരത്തിനോട് പ്രത്യേകം ചോദിക്കുന്നു. പാകിസ്ഥാനികൾ കൊല്ലപ്പെട്ടതിന് താങ്കൾക്ക് ദുഃഖമുണ്ടോ എന്ന് ചോദിക്കുന്നു. താങ്കൾ എന്തിനാണ് ദുഃഖിക്കുന്നതെന്ന് ചോദിക്കുന്നു. അങ്ങനെ പ്രതിപക്ഷത്തെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടേയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നീണ്ടുപോകുന്നത്. അപ്പം ഒരു ഭാഗത്ത് പൂർണ്ണ പിന്തുണ കൊടുത്ത പ്രതിപക്ഷത്തെ രാഷ്ട്രീയമായി പരിഹസിക്കുക, രാഷ്ട്രീയം പറഞ്ഞ് പരിഹസിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്പുറത്ത് എനിക്ക് വളരെ അശ്ലീലമായി തോന്നിയത് ശശി തരൂർ എന്ന് പറയുന്ന MP അപ്പുറത്തിരുന്ന് കൈയടിക്കുകയാണ്. അതാണ് എനിക്ക് അതിൽ ഏറ്റവും അശ്ലീലമായി തോന്നിയത്. അദ്ദേഹം എല്ലാം രാജ്യത്തിന് വേണ്ടിയെന്ന് പറയുകയും അമിത്ഷാ രാഷ്ട്രീയം പറയുമ്പോൾ കൈയടിക്കുകയും ചെയ്യുന്നത് വളരെ അശ്ലീലമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളുണ്ടല്ലോ. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് എത്ര ഫൈറ്റർ ജെറ്റുകൾ നഷ്ടപ്പെട്ടു, ഇത്തരം കുറേ ഫാക്ച്വലായ ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിനൊന്നും മറുപടി പറയാൻ പോയിട്ടില്ല. ഇനി വേണ്ട, പഹൽഗാമിൽ എന്തുകൊണ്ട് സുരക്ഷാ വീഴ്ചയുണ്ടായി, ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചതിന് മറുപടിയില്ല. ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഒരു മറുപടിയും പറയാതെ ഇതുപോലുള്ള പരിഹാസങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ഇനിയിപ്പം പ്രധാനമന്ത്രിയുടെ പ്രസംഗം വരാൻ കിടക്കുന്നു. അദ്ദേഹത്തിന് നമുക്കൊരു കൊട്ടക്കണക്കിന് പ്രതീക്ഷിക്കാം. പ്രതിപക്ഷത്തെ പരിഹസിക്കുന്ന കാര്യങ്ങൾ നിരവധി പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇതിനു മുമ്പ് നേരത്തെ സൂചിപ്പിച്ച പുൽവാമ അറ്റാക്ക് 2019 ഉണ്ടായല്ലോ. 40 സൈനികരാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അത് വലിയൊരു 2000-ഓളം സൈനികർ സഞ്ചരിച്ചിരുന്ന വലിയൊരു കോൺവോയ് ആയിരുന്നു. അതിലേക്കാണ് ഈ വലിയ സ്ഫോടക വസ്തുക്കളുമായി ഈ ചാടി വീഴുകയും അങ്ങനെ 40 സൈനികർ നമുക്ക് നഷ്ടപ്പെട്ടത്. ഇത്രയും വലിയൊരു കോൺവോയ് കടന്നു പോകുമ്പോൾ, അതും കശ്മീരിലൂടെ കടന്നു പോകുമ്പം അതിന് ഈ സുരക്ഷ മതിയായിരുന്നു? അന്ന് ഈ ചോദ്യം ചോദിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നമ്മുടെ രാജ്യത്തെ അവർ മാറ്റിയിരുന്നു. അന്ന് ആകെ രാഹുൽ ഗാന്ധി മാത്രമാണ് ചോദ്യം ചോദിച്ചത്. അങ്ങനെ രാഹുൽ ഗാന്ധി ആ ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഏത് രീതിയിലാണ് അറ്റാക്ക് ചെയ്തത്? ഇന്ന് പക്ഷേ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനെങ്കിലും കഴിയുന്ന അവസ്ഥയിലേക്ക് രാജ്യം മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ തുടർച്ചയായി രാഹുൽ ഗാന്ധി ആയാലും പ്രതിപക്ഷത്തെ മറ്റംഗങ്ങളായാലും തുടർച്ചയായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അന്നത്തെ പോലെ ഇന്നും മറുപടി കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതുപോലെ പരിഹസിക്കുക എന്നതിനപ്പുറം വേറെ ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ ഈ പറയുന്ന ഭീകരവാദികളെ വധിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇപ്പം പാർലമെൻറ്റിൽ പ്രത്യേക സെഷൻ വിളിച്ചു ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കണമെന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. ഈ പാർലമെൻറ്റ് ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യം വളരെ വീണ്ടുമുള്ള ആവശ്യം കാരണം അവസാനം ഭരണപക്ഷം സമ്മതിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു ചർച്ച തുടങ്ങുന്നതിൻ്റെ അന്ന് അല്ലെങ്കിൽ തലേന്ന് ഭീകരന്മാരെ 3 പേരെ വധിച്ചു എന്നുള്ളത് ആശ്വാസകരമായ സംഗതിയാണെങ്കിൽ തന്നെയും അപ്പോൾ മാത്രം ഏറ്റവും ഒടുവിലേക്ക് ഈ 3 പേരെ വധിക്കാൻ വേണ്ടി വെച്ചതാണോ, അല്ലെങ്കിൽ അതിൽ ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നില്ലേ എന്നുള്ളത്, സംശയങ്ങൾ ബാക്കിയുണ്ട് എന്ന് എൻ്റെ സംശയം. കാരണം വെച്ചാൽ എന്തിനാണ് ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ തലേന്ന് അല്ലെങ്കിൽ അന്നത്തേക്ക് ഇത് നീട്ടിവെച്ചത് എന്നുള്ളതൊരു സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പ്രതിപക്ഷം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനും കൃത്യമായൊരു മറുപടി നൽകുന്നില്ല. അപ്പോഴും പരിഹാസം ചുരിഞ്ഞുകൊണ്ട് തിരിച്ചുള്ള ചോദ്യം ചോദിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സൈന്യം അജിംസ് പറഞ്ഞതുപോലെ ഇന്നലെ ഈ അറ്റാക്ക് നടന്ന ഉടൻ തന്നെ ദേശീയ മാധ്യമങ്ങളിൽ നിറഞ്ഞത് പഹൽഗാം ഭീകരർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ്. പക്ഷേ ഒരു ഭാഗത്തു നിന്നും സർക്കാരോ ആർമിയോ ആരും തന്നെ, ഈവൻ BJP നേതാക്കൾ പോലും ഇത് ഔദ്യോഗികമായി എന്ത് ചെയ്യുന്നില്ല, പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് ഈ കൊല്ലപ്പെട്ടത് എന്ന് പ്രഖ്യാപിക്കുന്നില്ല. അത് ഈ പറഞ്ഞ പോലെ ഇന്ന് സഭയിൽ പറയാൻ വേണ്ടി മാറ്റിവെക്കുക എന്നുള്ള അതും ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ അവർക്ക് വേണ്ടി BJPക്ക് വേണ്ടി ഇതിൻ്റെ എല്ലാ കാര്യങ്ങളെയും, ഈ ഓപ്പറേഷനായാലും ഈ ഏറ്റുമുട്ടലായാലും എന്ത് കാര്യത്തെയായും ആ രീതിയിലേക്ക് മാറ്റി കൊണ്ടുപോവുക. മറിച്ച് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ദേശവിരുദ്ധതയുടെ പേര് പറഞ്ഞ് അതിനെ തിരിച്ചാക്രമിക്കുകയും ചെയ്യുക എന്നുള്ള രീതിയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം കഴിഞ്ഞ കാലത്തിൽ നിന്ന് വിഭിന്നമായി കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഏതായാലും ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. അവർക്ക് ഭരണപക്ഷത്തിന് മനസ്സിലായിട്ടും അവർ മറുപടി പറയുന്നില്ല എന്നേ ഉള്ളൂ. ചോദ്യങ്ങൾ ഇപ്പോഴും നിരവധിയാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഒരു മറുപടി കൃത്യമായി തന്നെ ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ എടുത്തു പറയേണ്ടത്.